ഇത് സ്കോഡ റാപ്പിഡിന്റെ ടൈമിംഗ് കിറ്റ് ആണ്. ഇത് എപ്പോ മാറണം, മാറിയില്ലെങ്കിൽ എന്തൊക്കെ പണി കിട്ടുന്നുള്ളത് ചേട്ടൻ പറഞ്ഞുതരും. അപ്പൊ ബെൽറ്റ് പൊട്ടിയാൽ പണി കിട്ടുന്നുള്ള അത് കാണിച്ചു തരാം. ഒന്നുമില്ല, നമുക്ക് ഈ എഞ്ചിനൊക്കെ ഇതുപോലെ ഉണ്ടാവും. ഇപ്പൊ ഈ കവറിന് അടിയിലിരിക്കുന്നത് എഞ്ചിനാണ്. ഇത് നമ്മുടെ ഇതുപോലെ എഞ്ചിനൊക്കെ ഇറക്കി എഞ്ചിൻ പണിയെടുക്കേണ്ടി വരും. നല്ലൊരു എമൗണ്ട്, 1,00,000 രൂപ റേഞ്ച് ഒക്കെ എന്തായാലും പൊട്ടി എഞ്ചിൻ പണിയുണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ടൈം ബില്ല് കൃത്യസമയത്ത് മാറാം. എപ്പൊ മാറുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കോഡ റാപ്പിഡിനാണ് ഇപ്പൊ ടൈം ബില്ല് എടുത്ത് വെച്ചേക്കുന്നത്. സ്കോഡ റാപ്പിഡിന്റെ ഒക്കെ നമുക്ക് മാറുന്നത് 1,20,000 കിലോമീറ്ററിലാണ് ഈ ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടത്. ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് പൊട്ടും. ബെൽറ്റ് പൊട്ടുമ്പോഴാണ് ഈ പണിയൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് കണ്ടോ, ഈ ടെൻഷർ, അതുപോലെ ഐഡ്ലർ, അതുപോലെ രണ്ട് ചെറിയ ഐഡ്ലർ പുള്ളികൾ, അതുപോലെ തന്നെ വാട്ടർ പമ്പ് കൂടെ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ടർ പമ്പൊക്കെ ഏകദേശം 1,00,000 കിലോമീറ്റർ കൂടുതലായി. അത് കഴിഞ്ഞാൽ വാട്ടർ പമ്പിന് പണി കിട്ടും. അപ്പൊ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ നിങ്ങൾ ഈ വാട്ടർ പമ്പ് കൂടെ മാറിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പണി കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വാട്ടർ പമ്പ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ വാട്ടർ പമ്പ് കംപ്ലൈന്റ് വരും. ഒരു 10,000 കിലോമീറ്റർ മാക്സിമം, എനിക്ക് സാധാരണ കിട്ടുന്ന അങ്ങനെയാണ്, ഒരു 10,000-20,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് വാട്ടർ പമ്പ് കംപ്ലൈന്റ് ആവും. വാട്ടർ പമ്പ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കിറ്റ് മൊത്തം അതേപോലെ നമ്മുടെ എഞ്ചിന്റെ സൈഡിൽ നിന്ന് അഴിച്ചെടുത്ത് മാറ്റുന്നു വരും. അപ്പൊ ലേബർ പിന്നെയും കൂടും, നമുക്ക് കാശ് നഷ്ടമാണ്. അപ്പൊ മെയിൻ ആയിട്ട് ടൈം ബെൽറ്റ് കിറ്റ് മാറുന്ന സമയത്ത് വാട്ടർ പമ്പ് മസ്റ്റ് ആയിട്ട് മാറാൻ ട്രൈ ചെയ്യുക. മാറാൻ മറക്കരുത് എന്തായാലും കേട്ടോ. അതുപോലെ നമ്മുടെ ധാരണ നമുക്ക് 1,20,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം മാത്രം ടൈം ബെൽറ്റ് മാറിയാൽ മതി എന്നുള്ളത്. അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ ഓടി തീർക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ ബെൽറ്റ് മാറണം. അതുവരെ ഇനി കാലാവധി ഉള്ളൂ. ഇല്ലെങ്കിൽ ബെൽറ്റ് ഹാർഡാവും, പൊട്ടിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ കിട്ടാറുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ എത്ര കിലോമീറ്റർ ആയിട്ടില്ല, എന്റെ ആപ്പടെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഞാൻ വണ്ടി വെറുതെ എന്തിനാ ടൈം ബെൽറ്റ് മാറ്റുന്നത് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ടൈമിംഗ് ബെൽറ്റ് മാറുന്നതിന് കിലോമീറ്റർ മാത്രമല്ല മാനദണ്ഡം, അതേപോലെ അതിന് ഇയറും ഒരു ഇത്ര കാലാവധി ഉണ്ട്. 10 കൊല്ലമാണ് ഇതിന്റെ കാലാവധി. കഴിഞ്ഞാൽ ആടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ബെൽറ്റ് പൊട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എല്ലാ വണ്ടികളും 1,20 ടൈം ബെൽറ്റ് മാറുന്നത്. ഓരോ വണ്ടികളുടെ ബ്രാൻഡുകൾക്ക് അനുസരിച്ച് ടൈം ബെൽറ്റിംഗ് ചേഞ്ചിങ് പീരീഡ് വ്യത്യാസമുണ്ട്. അതായത് 70,000 കിലോമീറ്ററിലൊക്കെ മാറുന്ന വണ്ടികളുണ്ട് കേട്ടോ. അപ്പോ വണ്ടികൾക്കനുസരിച്ചാണ് ബെൽറ്റ് മാറുന്നത്. ആ വണ്ടികളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ബെൽറ്റ് മാറുന്നത്. ചിലത് 70,000 മാറുന്നുണ്ട്, ചിലത് 1,20 ചിലത് 1 അങ്ങനെ പല റേഞ്ചിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വണ്ടികളുടെ എത്ര കിലോമീറ്ററിലാണ് ചെയ്യുന്നത് അറിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ടൈം ബെൽറ്റ് മാറാൻ ശ്രദ്ധിക്കുക, മാറാൻ മറക്കാതിരിക്കരുത്. അപ്പൊ എല്ലാവരും കൃത്യസമയത്ത് ടൈമിംഗ് ബെൽറ്റ് കിറ്റ് മാറാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും.